morning, dear students. So we have started the first pramana, that is Apta Upadesha. So last class we have discussed the introduction about Apta Upadesha. What is Apta Upadesha? So Apta Upadesham എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒതന്റിക് അഡ്വൈസസ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു റെഫറൻസ് എന്ന് പറയാം, വാലിഡ് റെഫറൻസ് എന്ന് പറയാം. നമുക്ക് എന്ത് കാര്യവും, എന്ത് ലോകത്തിലെ എന്ത് കാര്യമായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒതന്റിക് അഡ്വൈസസിലേക്ക് കൂടിയാണ് നമുക്ക് നോളജ് കിട്ടുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ കാണുന്നത് കൊണ്ടാണ്, നമ്മൾ കേൾക്കുന്നത് കൊണ്ടാണ് നമുക്ക് നോളജ് കിട്ടുന്നതെന്നുള്ളത്. ഒബ്വിയസ്ലി നമുക്ക് കാണുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും ഒക്കെ നമുക്ക് നോളജ് കിട്ടും. പക്ഷേ അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നു. നമ്മളൊരു അസുഖത്തിനെ കാണുന്നു, ഒരു പേഷ്യൻറ്റിനെ കാണുന്നു. നിങ്ങൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഡോക്ടറായിട്ട് ഒരു OP ഇരിക്കുന്ന സമയത്ത് യു ആർ സീയിങ് സം പേഷ്യൻറ്റ് ദാറ്റ് ഹീ ഈസ് കമ്മിങ് വിത്ത് കഫ് ആൻഡ് കോൾഡ്. നിങ്ങൾ കഫ് ആൻഡ് കോൾഡ് വന്നു. സോ യു ആർ സീയിങ് ആൻഡ് ഹീ ഈസ് coughing and he is having the difficulty in breathing and you understood that he is having some disease affected with cough and cold. അത് നിങ്ങൾക്ക് മനസ്സിലായി, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ബട്ട് where you are getting, how you are going to treat and how you are getting the inner meaning or the deeper aspect of the disease, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കഫ്, ഇത് ഏത് ടൈപ്പ് കഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്, that already has been told by somewhere, already has been explained in the text, already has been explained by some experts. സോ ഇതിൻ്റെ ഈ അസുഖം നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായത് കഫാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ്. ഈ കഫിനെ കുറിച്ചുള്ള ഡീപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കഫ് എന്ന് നമുക്ക് എങ്ങനെ അത് മനസ്സിലായി? വി ആർ ഗെറ്റിംഗ്, നമ്മൾ ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് കായ ചികിത്സയിൽ പഠിച്ചായിരിക്കാം അത് കഫാണെന്ന്. അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ്, നമ്മളൊരു ചരക സംഹിത എടുത്ത് ചരക സംഹിത വായിച്ചപ്പോഴായിരിക്കും മനസ്സിലായി ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു പേഷ്യൻ്റ് ഇങ്ങനെ ചുമച്ചു കഴിഞ്ഞാൽ ഇത് കാസത്തിലേക്ക് അല്ലെ കഫിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം എന്ന് നമ്മൾ ടെക്സ്റ്റിൽ വായിച്ചായിരിക്കും. അങ്ങനെ എല്ലാ നോളജസും നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത്, ഇപ്പോഴായി കഴിഞ്ഞാൽ തന്നെ ഒരു ഫാൻറ്റസി ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ആലോചിക്കാം, നമ്മളിങ്ങനെ പുറത്തേക്കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ഒരു സാധനം വലിയ സൗണ്ടോട് കൂടി ആകാശത്തേക്ക് കൂടി ഒരു സാധനം പോകുന്നതാണ്, നമുക്കറിയില്ല അന്ന് വാട്ട് ഈസ് ദാറ്റ്. ദെൻ സംബഡി told me or told us that is aeroplane. അതാണ് എയറോപ്ലെയിൻ എന്ന് ആരോ പറഞ്ഞു തന്നു. അതാണ് ഈ ആപ്തോപദേശം എന്ന് പറയുന്നത്. പക്ഷേ ഈ ആപ്തോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എന്തു പറയുന്നില്ല. ആപ്തോപദേശം അത് ഒതന്റിക് അഡ്വൈസസ് അല്ല. ഒതന്റിക് അഡ്വൈസസ് എന്ന് പറയുന്ന സമയത്ത് അത് ഒതന്റിക് ആയിരിക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. വാട്ട് ഈസ് ആപ്തോപദേശ, എന്തിനാണ് നമ്മൾ ആപ്തോപദേശം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇത്ര മനസ്സിലാക്കണം. ഞാൻ ഇത്രയും നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും എന്താണ് ആപ്തോപദേശം, എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവൻ എല്ലാ സയൻസിലെയും ആപ്തോപദേശം തന്നെയാണ് നോക്കുന്നത്. ആപ്തോപദേശം ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു നോളജിനെ പെർസീവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എന്താണ് ആപ്തോപദേശം. ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു that we are getting a knowledge from others, that we are getting advice from others എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരും പറയുന്നത് ആപ്തോപദേശമായിട്ട് എടുക്കാൻ പറ്റില്ല. എല്ലാവരും പറയുന്ന നോളജ് നമുക്കത് അത് വാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ എന്താണ് ആപ്തോപദേശം എന്നുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സോ ആപ്തോ ഉപദേശ. സോ ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്? ആപ്തോപദേശത്തിന്റെ ലക്ഷണം, ഡെഫിനിഷൻ or ലക്ഷണ. ആപ്ത ഉപദേശോ നാമ ആപ്ത വചനം. സോ ആപ്ത ഉപദേശോ നാമ, ആപ്ത ഉപദേശോ നാമ ആപ്ത വചനം. ആപ്ത ഉപദേശോ നാമ, ആപ്ത ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം പറയുക. നമ്മൾ വചനം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, നമ്മൾ വാക്കുകൾ എന്നൊക്കെ പറയില്ല, വചനം അതാണ്. സോ ആപ്തോപദേശോ നാമ എന്ന് വെച്ചാൽ അറിയപ്പെടുന്നു. ആപ്തോപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്തവചനം, ആപ്തൻ പറയുന്ന എന്താണോ അതാണ് ആപ്തോപദേശം. സോ വാട്ട് ഈസ് ഒതന്റിക് അഡ്വൈസസ് is what is authentic advices which is told by a apta. So authentic advices is, what is authentic advices is told by an apta. ഒരു ആപ്തൻ പറയുന്നത് എന്താണോ
അതാണ് ആപ്തന്റെ വാക്കുകൾ എന്താണോ അതാണ് ആപ്തോപദേശം. സോ ഇപ്പൊ അടുത്ത ഡൗട്ട് വരും. സോ ഞാൻ ആദ്യം നമുക്ക് ആപ്തോപദേശം എന്ന് വെച്ചാൽ പഠിക്കേണ്ടിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ ആപ്തോപദേശം എന്താണ് നമുക്ക് മനസ്സിലായി. ആപ്തോപദേശം എന്ന് വെച്ചാൽ ആപ്തൻ എന്താണോ പറയുന്നത് അതാണ്, അല്ലെ, ആപ്തന്റെ വാക്കുകൾ എന്താണോ അതാണ് ആപ്തോപദേശം. ഇനി അടുത്ത ആപ്തൻ ആരാണെന്ന് പഠിക്കണം. ആപ്തൻ ആരാണെന്ന് പഠിക്കണം. അടുത്ത ഡൗട്ടാണ് എന്താണ് ആപ്തൻ. നമുക്കിപ്പോ മനസ്സിലായി ആപ്തോപദേശം ആപ്തൻ പറയുന്നത് എന്താണോ അതാണ് ആപ്തോപദേശം. ഇനി who is ആപ്ത? who is ആപ്ത? സോ അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ആപ്തോപദേശത്തിന്റെ ഇമ്പോർട്ടൻസ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. സോ അതിന്റെ ഒരു ശ്ലോകമുണ്ട്. അത് നമ്മൾ ഓൾറെഡി യൂട്ടിലിറ്റി ഓഫ് പ്രമാണത്തിൽ പഠിച്ചതാണ്. പക്ഷെ നമുക്ക് പറഞ്ഞ ശേഷം ആപ്തയിലേക്ക് പോവാം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ യൂട്ടിലിറ്റിയുടെ സമയത്ത് നിങ്ങൾ പഠിച്ചു തന്നെയാണിത്. ത്രിവിധേ തസ്മിൻ ജ്ഞാന സമുദേ പൂർവം ആപ്തോപദേശ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞതാണ്. പൂർവം സ്പ്ലിറ്റ് ചെയ്യുക, ആപ്തോപദേശ ജ്ഞാനം, തഥ പ്രത്യക്ഷ സ്പ്ലിറ്റ് ചെയ്യുക, അനുമാനാഭ്യാം, പരീക്ഷ സ്പ്ലിറ്റ് ചെയ്യുക, ഉപപദ്യതേ. സോ ത്രിവിധേ തസ്മിൻ ജ്ഞാന സമുദേ പൂർവം ആപ്തോപദേശ ജ്ഞാനം. ആപ്തോപദേശ താന്റെ അടിയിൽ ഒരു വരയുണ്ട്. ആപ്തോപദേശ ജ്ഞാനം തഥ പൂർവം സ്പ്ലിറ്റ് ചെയ്യണം ഇവിടെ. ആപ്തോപദേശ ജ്ഞാനം തഥ പ്രത്യക്ഷ അനുമാനാഭ്യം പരീക്ഷ ഉപപദ്യതേ. സോ ഇതിൽ ഒന്നല്ല പറയുന്നത് there are three methods for understanding there are three methods to get a knowledge. That is pratyaksha, anumana, aptopdesha. Among these three, aptopdesha is number one, or aptopdesha is positioned in the or placed in the number one. So മൂന്ന് നോളജുകൾ, നമുക്ക് നോളജ് ചെയ്യാൻ മൂന്ന് മെത്തേഡ്സ് ഉണ്ട്. അതാണ് പ്രത്യക്ഷ, അനുമാനം, ആപ്തോപദേശം. അതിൽ ആപ്തോപദേശമാണ് ആദ്യത്തെ പ്ലേസിൽ വെച്ചിരിക്കുന്നത്. സോ അത് എന്തുകൊണ്ടാണ് ആപ്തോപദേശം ഫസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ക്ലാസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ക്ലാസ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ്. സോ വിത്തൗട്ട് ആപ്തോപദേശം വി ആർ നോട്ട് ഗെറ്റിംഗ് എനി നോളജസ്. So we are having some aptodasha, we are having the knowledge from the aptodasha, then we are using pratiksha and anumana, we are having much more knowledge. So നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മൾ കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്തോപദേശത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ആപ്തോപദേശം ഇല്ലാതെ നമുക്കൊന്നും, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സാധനത്തെ കാണുന്നു, ഒരു ഫോണിനെ നമ്മൾ കാണുന്നു, നമുക്ക് അറിയത്തില്ലേ ഫോൺ, നമ്മൾ കണ്ടു എന്തോ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു സാധനം ഡിസ്പ്ലേയിലൊക്കെ ലൈറ്റ് എത്തുന്നുണ്ട്, ഇതെന്താണ് സാധനം എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പക്ഷേ ആപ്തോപദേശം ഇവിടെ ഒതന്റിക് ആയ അഡ്വൈസ് അല്ലെങ്കിൽ നമുക്കൊരു പ്രീവിയസ് നോളജ് ഇതിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ഫോൺ എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഇത് സ്ക്വയർ ആയിട്ടുള്ള ഒരു സാധനം, ഡിസ്പ്ലേ ഉണ്ട്, ബട്ടൺസ് ഇല്ല, ഇതിലെന്തൊക്കെയോ സൗണ്ടൊക്കെ വരുന്നുണ്ട് എന്നുള്ള എന്തോ ഒരു സാധനം എന്ന് നമ്മൾ പറയും. നമുക്ക് വി ആർ ഹാവിംഗ് ദ ആപ്തോപദേശ. സംബഡി ടോൾഡ് ദാറ്റ് ദിസ് ഈസ് കോൾഡ് ആസ് മൊബൈൽ, ദിസ് ഈസ് യൂസിംഗ് ഫോർ കോളിംഗ് ആസ് വെൽ ആസ് റിസീവിംഗ് ദ കോൾ, ദാറ്റ് ഈസ് നോട്ട് ആസ് മൊബൈൽ. സോ നമുക്ക് ഇത് മനസ്സിലാവും മൊബൈൽ. ദെൻ ആഫ്റ്റർ ഹാവിംഗ് ദ നോളജ് ഫ്രം ആപ്തോപദേശ, സോ ഇങ്ങനെ ഒരു ആപ്തോപദേശം, ഇങ്ങനെ ഒരാൾ പറഞ്ഞു തന്നു ഇതിനെ കുറിച്ചിട്ട്, ഇത് മൊബൈൽ, then we are looking this one and we are having the much more knowledge, we are getting the much more knowledge of mobile phone. നമുക്കിത് മൊബൈൽ ഫോൺ എന്ന് ഒരാൾ പറഞ്ഞു തന്നു, പിന്നെ നമ്മളത് കഴിച്ചു നോക്കി, അത് സിമ്മിടാന്ന് മനസ്സിലാകുന്നു, അതിൽ കീ ഇല്ലാന്ന് മനസ്സിലാകുന്നു, അത് കുറെ ആപ്പുകൾ ഉണ്ടാക്കാന്ന് മനസ്സിലാകുന്നു, അതിലൊരു ആൻഡ്രോയിഡ് ആണെന്ന് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ iOS ആണെന്ന് മനസ്സിലാകുന്നു, ആപ്പിൾ ആണെന്ന് മനസ്സിലാകുന്നു. അതൊക്കെ നമ്മൾ കണ്ട് ശേഷം ഫർദർ ആണ്. ഫസ്റ്റ് നമുക്ക് അതിന് ബേസിക് ആയിട്ട് നോളജ് കിട്ടുന്ന എവിടെയാണ്, ഒരാൾ പറഞ്ഞു തന്നു അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൽ നോക്കി നമ്മൾ, ദിസ് ഈസ് കോൾഡ് ആസ് മൊബൈൽ. അതാണ് ആപ്തോപദേശത്തിന്റെ ഇമ്പോർട്ടൻറ്റ്. സോ ഇതാണ് ഈ ശ്ലോകം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ആ ശ്ലോകത്തിന്റെ കണ്ടിന്യൂഷൻ ചരകം പറയുന്നുണ്ട്.
यत् प्रत्यक्षं നേരത്തെ പറഞ്ഞ സ്ലോ അല്ലേ ത്രിവിധേയസ്മിൻ ജ്ഞാനസമുദേ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇത്. കിം ഹി അനുപദിഷ്ടം യത്തത് പ്രത്യക്ഷ അനുമാനം പരീക്ഷമാണോ വിദ്യ. കിം ഹി അനുപദിഷ്ടം പൂർവം ദാറ്റ് ഈസ് ഇവിടെ പൂർവം ഉണ്ട്. കിം ഹി അനുപതിഷ്ടം ഷാ പകുതി ടാ. കിം ഹി അനുപതിഷ്ടം പൂർവം യത്തത് പ്രത്യക്ഷ അനുമാനാഭ്യാം. പ്രത്യക്ഷ അനുമാനാഭ്യാം ബാ പകുതി യാ പരീക്ഷമാണോ വിദ്യ. ഈ ശ്ലോക ചരകൻ ചോദിക്കുകയാണ് ആപ്തോപദേശമില്ലാതെ പൂർവം പ്രയറായിട്ട് ആപ്തോപദേശം എന്ന നോളജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രത്യക്ഷത്തിലേക്ക് കൂടിയും അനുമാനത്തിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നോളജ് കിട്ടും എന്നാണ് ചരകൻ ചോദിക്കുന്നത്. വിത്തൗട്ട് ഹാവിംഗ് ദ നോളജ്, വിത്തൗട്ട് ഹാവിംഗ് ദ യൂസ് ഓഫ് ദ ആപ്തോദശ യു വിൽ നോട്ട് ഗെറ്റ് ദ നോളജ് ത്രൂ പ്രത്യക്ഷ അനുമാന. ഇതാണ് ചരകൻ സാൻസ്ക്രിറ്റിലെ അല്ലെ ചരകൻ ചോദിക്കുന്ന ഡൗട്ട്. ചരകൻ പറയുന്നതാണ് നിങ്ങൾക്ക് അതിന്റെ എന്തിനാണ് ചരകൻ എന്ന് പറയുന്നത്. Aptodasha is important. Aptodasha is prior important. Aptodasha having the more important considering the to getting the knowledges. So അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് തത്ര ആപ്തോപദേശ ഡെഫിനിഷൻ ആണ് അടുത്തായിട്ട്. തത്ര ആപ്തോപദേശോ നാമ ആപ്തവചനം. സോ നമ്മളത് പഠിച്ചു. Definition tatra aptopdesho nama aptavachanam. So aptopdesha is that ആപ്തോപദേശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്തൻ പറയുന്ന എന്താണോ അതാണ് ആപ്തോപദേശം. സോ ആപ്തോപദേശ ഈസ് വൺ ഹൂ ഓർ ഗെറ്റിംഗ് ഇറ്റ് ഫ്രം ആപ്ത. സോ ആപ്തോപദേശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്തൻ പറയുന്ന എന്താണോ ആപ്തൽ നിന്നാണ് നമുക്ക് ആപ്തവചനമാണ്. ആപ്തൻ those who are apta and we are getting the knowledge from him, that is known as apta upadesha. So അടുത്ത ഡൗട്ട് who is apta. So ആപ്തോപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് നമുക്ക് അല്ലെങ്കിൽ ആപ്തന്റെ വചനമാണ്. The words by or sentence from a apta. So sentence by an apta. So who is apta? അടുത്ത ക്വസ്റ്റ്യൻ who is apta. ആപ്തൻ ആരാണ്. Who is Apta? ആപ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദോസ് ഹു ടെൽസ് ട്രൂത്ത്. ആരാണോ ട്രൂത്ത് പറയുന്നത്, ആരാണോ സത്യങ്ങൾ മാത്രം പറയുന്നത്, അയാളാണ് ആപ്തൻ എന്ന് പറയുന്നു. പക്ഷേ ഇതൊരു മലയാളം മീനിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. ആപ്ത എന്ന് വെച്ചാൽ ദോസ് ഹു ആർ ടെല്ലിംഗ് ട്രൂത്ത്. സോ ദാറ്റ് വേർഡ്സ് ബൈ ആപ്ത ഇസ് നോൺ ആസ് ആപ്ത ഉപദേശ. പക്ഷെ സത്യങ്ങൾ മാത്രം പറയുന്നവനല്ല ആപ്തൻ. അതൊരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാൾ സത്യങ്ങൾ മാത്രം പറയുന്നു എന്ന് വെച്ചിട്ട് അയാൾ ആപ്തൻ ഒന്നും വിളിക്കാൻ പറ്റില്ല. പക്ഷെ ആപ്തത്തിന് കറക്റ്റ് നമുക്ക് ഡെഫിനിഷൻ ചരക സംബന്ധിൽ ചരക ആചരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് നോക്കാം. സോ തത്ര ആപ്തോപദേശോ നാമ ആപ്തജനം. ആപ്ത വചനം ഈസ് നോൺ ആസ് ആപ്തോപദേശ. ദ വേർഡ്സ് ഫ്രം എൻ ആപ്ത ഈസ് നോൺ ആസ് ആപ്തോപദേശ. ഇനി അടുത്താണ് ഹു ഈസ് ആപ്ത.
ഇതും ചരകം വിമാനം 4th ചാപ്റ്റർ ആണ്. ചരക സംഹിത വിമാനസ്ഥാന 4th ചാപ്റ്റർ. ചരക വിമാനം ഈ ചാപ്റ്ററിന്റെ പേരാണ് നമ്മൾ നിങ്ങൾ അഷ്ടാംഗത്തിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ആയുഷ്കാമി അധ്യായം എന്ന് പഠിച്ചില്ലേ. സെക്കൻഡ് ചാപ്റ്ററിന്റെ ദിനചര്യ അധ്യായം. അതുപോലെ ചരക വിമാനം 4ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ത്രിവിധ രോഗവിശേഷ വിജ്ഞാനം. ത്രിവിധ ഒരു അസുഖത്തിനെ 3 രീതിയിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. മെത്തേഡ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ ഡിസീസ് ഓർ മെത്തേഡ്സ് ഓഫ് എക്സാമിനേഷൻ ടു അണ്ടർസ്റ്റാൻഡ് എ ഡിസീസ്. ഒരു അസുഖത്തിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, എങ്ങനെ എക്സാമിൻ ചെയ്യാം എന്നുള്ള ഒരു ചാപ്റ്ററാണ്. അതാണ് 3 വിധത്തിലാണ് നമ്മളൊരു അസുഖത്തിനെ എക്സാമിൻ ചെയ്യുക. അതുകൊണ്ടാണ് ത്രിവിധ രോഗവിശേഷ വിജ്ഞാനം. ത്രിവിധ രോഗം 3, ഒരു രോഗത്തിനെ 3 വിധത്തിൽ നമുക്ക് എക്സാമിൻ ചെയ്യാം. ആ 3 വിധമാണ് ആപ്തോദശം, പ്രത്യക്ഷം, അനുമാനം. സോ ഇതിൽ നമുക്ക് ആപ്തൻ എന്താണെന്ന് പഠിക്കാം. ജസ്റ്റ് ഞാനൊരു ചാപ്റ്ററിന്റെ പേര് ജസ്റ്റ് നിങ്ങൾക്ക് ആഡ് ഓൺ നോളജ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ആ ഒരു പേര് തന്നെയാണ്, ഒരു ചാപ്റ്ററിന്റെ എക്സാമിനേഷന്റെ പേര് പറഞ്ഞിട്ട് ഒരു ചാപ്റ്ററിനെയാണ് ചരകൻ മാറ്റി വെച്ചിരിക്കുന്നത്. സോ അപ്പൊ തന്നെ നമുക്കറിയാം അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. സോ ഹു ഈസ് ആപ്ത? ആപ്ത ഹി ആപിതർക്ക സ്മൃതി വിഭാഗവിദോ. ആപ്ത ഹി ആപിതർക്ക സ്മൃതി വിഭാഗവിദോ നിഷ്പ്രീതി ഉപതാപ ദർശനശ്ച. ഉപതാപ ദർശനശ്ച. ഞാൻ എഴുതിയ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ദർശനശ്ച, ദർശിനശ്ച, ഉപതാപ ദർശനശ്ച. തേഷാം ഏവം ഗുണയോഗാത് വചനം തത് പ്രമാണം. സോ ആപ്താഹി ആപിതർക്ക സ്മൃതി വിഭാഗവിദോ നിഷ്പ്രീതി ഉപതാപ ദർശനശ്ച. ഫുൾ സ്റ്റോപ്പ്. തേഷാം ഏവം ഗുണയോഗാത്. ഗുണയോഗാത് ഒരു വേർഡാണ് ഗുണയോഗാത്. വചനം തത്. തത്തിന്റെ താനടിയിൽ ഒരു വരയുണ്ട്. തത് പ്രമാണം. സോ വാട്ട് ഈസ് ആപ്തോപദേശ? വാട്ട് ഈസ് ആപ്ത? ഞാൻ പറഞ്ഞു ആപ്തൻ പറയുന്ന എന്താണ്? the words from ആപ്ത is known as ആപ്തോപദേശ. ആപ്തൻ പറയുന്ന എന്താണോ അതാണ് ആപ്തോപദേശം. who is ആപ്ത? ആപ്താഹി. ആപ്ത ഈസ് ആരാണ് ആപ്തൻ? who is ആപ്ത? ആപ്ത ഈസ് അവിതർക്ക. തർക്ക എന്ന് വെച്ചാൽ എന്താ മീനിങ്? തർക്ക മീൻസ് നിങ്ങൾക്ക് അറിയോ തർക്കത്തിന്റെ മീനിങ്? തർക്ക മീൻസ് ഡൗട്ട് എന്നാണ്. തർക്ക മീൻസ് ഡൗട്ട്. അവിതർക്ക ഡൗട്ട് ഇല്ലാത്തൊരാൾ, ഡൗട്ട്ലെസ് ആയിട്ടൊരാൾ ആണ്. അവിതർക്ക മീൻസ് ഡൗട്ട്ലെസ്. ഒരാൾ ഒരു സാധനത്തിനെ കുറിച്ച് പറയാണ്, ഇത് ഇപ്പം പറയാണ്, ഞാൻ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ്, ഇത് പെന്നിനെ കുറിച്ച്. അപ്പൊ ഒരാൾ പറയാം ഇത് പെന്നാണ്, ഒരാൾ പറയുന്നത് ഇത് പെൻസിലാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആൾ ഒരിക്കലും, ഒരു ഡൗട്ടുള്ള ആൾ ഒരിക്കലും നമുക്ക് നോളജ് കിട്ടത്തില്ല. സോ ആപ്ത ഈസ് ദോസ് ഹു ആർ ഡൗട്ട്ലെസ്. ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. കാരണം അദ്ദേഹത്തിന്റെ നിന്നാണ് നമുക്ക് നോളജ് കിട്ടുന്നത്. സോ നോളജ് കിട്ടുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. ദാറ്റ് ഈസ് അവിതർക്ക. ഈ ഡൗട്ട്ലെസ് ആയിട്ടുള്ള ഒരാളാണ് ആപ്തൻ. സ്മൃതി എന്ന് വെച്ചാൽ നല്ല ഓർമ്മയുണ്ടാണ്, മെമ്മറി, അൺഇംപെയർഡ് ആയിട്ടുള്ള മെമ്മറി. ദോസ് ഹു ആർ ഹാവിംഗ് അൺഇംപെയർഡ് മെമ്മറി മീൻസ് നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഹു ഈസ് ഹാവിംഗ് ദ കറക്റ്റ് മെമ്മറി അബൌട്ട് ദാറ്റ് വൺ. ബിക്കോസ് ആപ്തന് ഓൾറെഡി ഇത് അറിയുന്നതായിരിക്കും. സോ ഹി ഈസ് ഹാവിംഗ് ദാറ്റ് അൺഇംപെയർഡ് മെമ്മറി. അയാൾക്ക് അത്രത്തോളം നല്ല മെമ്മറി ഉണ്ടായിരിക്കണം. സോ ഒന്നാമത് ഡൗട്ട്ലെസ് ആയിരിക്കണം, ദെൻ മെമ്മറി ഉണ്ടായിരിക്കണം നല്ല. വിഭാഗവിദോ മീൻസ് ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് അതിനെ എന്താ പറയാ, അതിനെ എൻ്റർ ആയിട്ട് പഠിച്ചിട്ട് അതിന്റെ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാവുക, അല്ലെങ്കിൽ പാർട്സ് ആൻഡ് പാർസൽ ആയിട്ട് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുക, കാര്യകാരണങ്ങളായിട്ട് അതിന്റെ പാർട്സ് ആൻഡ് പാർസൽ ആയിട്ട് അതിനെ കുറിച്ചിട്ട് നോളജ് ഉണ്ടാവും സബ്ജക്ട്. ദോസ് ഹു ആർ ഹാവിംഗ് ദ നോളജ് ഓഫ് ദി കൺസേൺ സബ്ജക്ട് ഇൻ പാർട്സ് ആൻഡ് പാർസൽ ഓർ ഇൻ ഡീപ് നോളജ് റിഗാർഡിംഗ് എ സബ്ജക്ട്. അതാണ് വിഭാഗവിദോ. നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അയാൾ പറയുന്ന സമയത്ത് അയാൾക്ക് ഹുസ് ഹാവിംഗ് ദ all the entire knowledge about the subject, അതിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടോട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. നിഷ്പ്രീതി മീൻസ് അറ്റാച്ച്മെന്റ് പാടില്ല. നമുക്ക് ഫേവർ ആയിട്ടൊരു കാര്യത്തിന് നമ്മൾ പറയാൻ പാടില്ല. ഒരു ഫേവറിറ്റി അല്ലെ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരാളായിരിക്കണം. ഞാനതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഉപതാപ, നമുക്ക് അഫ്ലിക്ഷനും പാടില്ല, നമുക്ക് ദേഷ്യവും പാടില്ല, നമുക്കൊന്ന് അറ്റാച്ച്മെന്റ് പാടില്ല, അഫ്ലിക്ഷനും പാടില്ല. അങ്ങനെയുള്ള ഒരാളായിരിക്കണം ആപ്തൻ. സോ ദർശനശ്ച, അങ്ങനെയുള്ള ഒരാളാണ് ആപ്തൻ എന്ന് പറയാം. നമുക്കിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഞാനിപ്പോൾ ഇന്ത്യനെ കുറിച്ച് പറയുന്നു. ഞാൻ നിങ്ങൾക്ക് ഇന്ത്യനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ പോട്ടെ, കോവിഡ് എന്ന് പറഞ്ഞൊരു അസുഖത്തിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു. ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ഞാനാണ് ആപ്തൻ എന്ന് വിചാരിക്കുക. ഹാവിംഗ് ആപ്ത, സോ കോൾഡ് ആപ്ത ഞാനാണെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്. സോ ഡൗട്ട് ഇല്ലാതെ വേണം ഞാൻ പറയാം. എനിക്കേ ഡൗട്ട് ഉണ്ടാക്കിയാൽ ഞാൻ നിങ്ങൾക്ക് നോളജ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര ഡൗട്ട് ഉണ്ടാവും?
സോ നിങ്ങളിവിടെ പഠിക്കാൻ വന്നിരിക്കുന്നത് നോളജിന് വേണ്ടിയിട്ടാണ്. സോ ഞാൻ ആപ്തിൽ നിന്ന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇഫ് ഐ വാണ്ടഡ് ടു ടെൽ യു അബൌട്ട് എക്സ്പ്ലെയിൻ അബൌട്ട് COVID-19, ഐ ഡു നോട്ട് ഹാവ് ദ ഡൗട്ട് റിഗാർഡിംഗ് ദ പെർട്ടിക്കുലർ സബ്ജക്ട്. കോവിഡ് എന്ന് വെച്ചാൽ ഏത് വൈറസാണ്, കൊറോണയാണോ ഇനി അല്ലെങ്കിൽ എന്താ പറയുക HIV വൈറസ് ആണോ, അത് എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. സ്മൃതി, ഐ ഡു ഹാവ് ഗ്രേറ്റ് ഓർ അൺഇംപെയർഡ് മെമ്മറി. എപ്പോഴുണ്ടായി, എങ്ങനെ ഉണ്ടായി, എത്ര മ്യൂട്ടേഷൻ ഉണ്ടായി, എത്ര വകഭേദങ്ങളുണ്ട്, ഇത് എവിടെയാണ് ആദ്യമായി കണ്ടപ്പെട്ടത്, ഐ ഡു ഹാവ് മെനി, ഇതിന്റെ സിംറ്റംസ് എത്രയാണ്, ഇതിന്റെ എത്ര പേര് മരിച്ചു. സോ എവറിത്തിങ് ഐ ഡു ഹാവ് ദ മെമ്മറി, ഐ ഡു ഹാവ് ഇൻ മൈ ഓൺ മെമ്മറി. വിഭാഗവിധോ, I should know each and parcel, deep or the minute level of knowledge of SARS COVID-19. What is the virus? What is the spike protein? How it is affecting in the body? What is the vaccines? How the vaccine is affecting in the cells? So everything, I know everything by parcel of the COVID-19. Nishpriti upatapa darshanasya. So if I'm going to explain the COVID-19 in front of you, ഞാൻ നിങ്ങളടുത്ത് ഇപ്പോൾ COVID-19 എന്ന് പറഞ്ഞ അസുഖത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും COVID-19 ഈസ് എവിടെയാണ് ആദ്യമായിട്ട് ഉണ്ടായത്? ഇറ്റ്സ് ഒറിജിനേറ്റഡ് ഇൻ ദി വുഹാൻ ഇൻ ചൈന. സോ റൈറ്റ് നൗ ഇറ്റ്സ് എ കോൺട്രവേഴ്സീസ് ഹാപ്പനിങ് ബൈ ഇറ്റ്സ് നാച്ചുറലി ഒറിജിനേറ്റഡ് ഓർ ആർട്ടിഫിഷ്യലി ഓർ ദ ഹ്യൂമൻ ഇന്റർവെൻഷനിൽ ഹ്യൂമന്റെ ഇന്റർവെൻഷൻ കാരണം ഓർ ഹ്യൂമന്റെ എക്സ്പീരിയൻസ് ബൈ പ്രോഡക്റ്റ് ഓഫ് ദി ഹ്യൂമൻ എക്സ്പെരിമെന്റ് ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ്, ഇറ്റ് ഫോം എന്ന് പറഞ്ഞ ഒരു കോൺട്രവേഴ്സി ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് സോ കോൾഡ് ടു കോൺട്രവേഴ്സി, ചൈനീസ് ഭാഗത്ത് കുറച്ച് ആൾക്കാരും സോ കോൾഡ് അമേരിക്ക ഓർ ദ വെസ്റ്റേൺ കൺട്രീസിന്റെ ഭാഗത്ത് ഒരാൾക്കാരും. സോ ഇഫ് ഐ വാണ്ടഡ് ടു ടീച്ച് യു റിഗാർഡിംഗ് ദ COVID-19, ഐ ഷുഡ് നോട്ട് ബി ഇൻ ദ സൈഡ് ഓഫ് ഐദർ ഇൻ അമേരിക്ക നോർ ഇൻ ദി ചൈന. ചൈനയുടെ അമേരിക്കയുടെ ഭാഗത്ത് നിൽക്കാതെ വേണം ഞാൻ COVID-19 കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ. അല്ല ഞാൻ ചൈനയെ ഫേവർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഫോമിംഗ് ഇൻ ദി വുഹാൻ. ഞാൻ അമേരിക്കയെ ഫേവർ ചെയ്തെന്ന് പറയുന്നത് ഇറ്റ്സ് ഫോംഡ് ഇൻ ദി ഒറിജിനേറ്റഡ് ഇൻ ദി വുഹാൻ ഓൺലി. സോ നമുക്കൊരു അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റും അല്ലെങ്കിൽ അറ്റാച്ച്മെന്റും അഫ്ലിക്ഷനും ഇല്ലാതെ നമ്മൾ കാര്യങ്ങൾ പറയണം. സോ ദർശനശ്ച. ദെൻ അടുത്ത ലൈൻ തേഷാം ഏവം ഗുണയോഗ. ഇങ്ങനെ പറയുന്നു തേഷാം ഏവം, ഇങ്ങനെ ഗുണയോഗം, ഇങ്ങനെയുള്ള ഗുണങ്ങളിലുണ്ട് വചനം. ഏത് വചനം? ആപ്ത വചനം. തത് പ്രമാണം, അത് പ്രമാണമായിട്ട് വാലിഡ് നോളജ് ആയിട്ട് മെത്തേഡ് ഓഫ് ഗെറ്റിംഗ് നോളജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ തേഷാം ഏവം ഗുണ. സോ ഇത്രത്തോളം ക്വാളിറ്റീസ് ഉള്ള ഒരാൾ പറയുന്ന കൊണ്ട് അയാൾ വചനം തേഷാം ഏവം ഗുണയോഗ വചനം അയാൾ പറയുന്നതുകൊണ്ട് സോ ദീസ് മെനി ക്വാളിറ്റീസ് ആർ ഹാവിംഗ് ദി ഓർ ആർ ഓഫ് ആപ്താസ്. സോ a word or a sentence, what to say, a word uttering from an apta, the so-called qualities are having in the apta. So a word uttered by this so-called apta is considered as a pramana or valid knowledge. സോ ഇത്രത്തോളം ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ക്വാളിറ്റീസ് ഉള്ള ആളെ മാത്രം നമ്മൾ ആപ്തൻ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആപ്തൻ പറയുന്ന നോളജ്, ആപ്തൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വാലിഡ് നോളജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇങ്ങനെ നമുക്ക് പറയുമ്പോൾ ആപ്തനായിട്ട് നമുക്ക് നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കോടതി എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ സുപ്രീം കോടതി അല്ലെങ്കിൽ ഏത് കോടതി ആയിക്കോട്ടെ, നമ്മൾ കോർട്ടിനെ എടുത്തു കഴിഞ്ഞാൽ, നമ്മളെ ജുഡീഷ്യനെ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് കോൾഡ് ആസ് ആപ്ത. അവർക്ക് ഡൗട്ട് ഉണ്ടാകത്തില്ല. ദോസ് ഹു ആർ ഹാവിംഗ് ഗുഡ് നോളജ്. ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കേസിന്റെ വിധി നിങ്ങൾ അലഹബാദ്, അയോധ്യ ഇഷ്യൂ എന്തോ ആയിക്കോട്ടെ, അവരെടുക്കുന്ന സമയത്ത് അവർ എത്ര മുമ്പുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്, ജഡ്ജ്മെന്റ് കാര്യങ്ങളൊക്കെ ആ ഒരു ജഡ്ജ്, അതുപോലെ വിഭാഗം, അവർക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഒരിക്കലും അഫ്ലിക്ഷനും ഉണ്ടാവില്ല, അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. ഒരു കോടതി വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു വലിയ പൈസക്കാരാണ്, അതുകൊണ്ട് ഇവരുടെ ഭാഗത്ത് നിൽക്കണം, ഇവർ പാവപ്പെട്ടവരാണ്, ഇവർ വേണ്ട, അല്ലെങ്കിൽ ഇവരൊരു സോക്കോൾഡ് പൊളിറ്റീഷ്യൻസ് ആണ്, ഇത് സോക്കോൾഡ് വേറൊരു കമ്മ്യൂണിറ്റിയാണ്, അങ്ങനെയൊന്നും ഒരിക്കലും അവർ വിചാരിക്കാറില്ല. ദേ വിൽ ബി ഹാവിംഗ് ലൈക്ക് വാട്ട് ടു സേ, ഇങ്ങനെയാണ് അവർ ഒരു ജഡ്ജ്മെന്റ് പറയാൻ. സോ ദാറ്റ് ജഡ്ജ്മെന്റ് വിൽ ബി ട്രൂ ഓൺലി. സോ ഇതൊരു എക്സാമ്പിൾസ് മാത്രമാണ്. മഹാത്മാഗാന്ധി, നമ്മുടെ മഹാത്മാഗാന്ധി ഒരു ആപ്തനായിരുന്നു. നമുക്ക് മഹാത്മാഗാന്ധി ഈ ഒരു ക്വാളിറ്റീസുള്ള എല്ലാ ഒരാളായിരുന്നു. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ആപ്തോപദേശ ആൻഡ് ആപ്ത ലക്ഷണ. ഇത് ആപ്തനാണ്. ഹു ഈസ് ആപ്ത?
നിങ്ങൾ നേരത്തെ പറഞ്ഞ തേഷാം ഏവം ഗുണയോഗാത് വചനം തത്പ്രമാണം. ഒരു ആപ്തൻ പറഞ്ഞിരിക്കുന്നതാണ് പ്രമാണം എന്ന് പറയുന്നത്, വാലിഡ് നോളജ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ ഡിസീസ്, മെത്തേഡ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ നോളജ്, മെത്തേഡ്സ് ഓഫ് ഗെറ്റിംഗ് നോളജ് എന്ന് പറഞ്ഞാൽ ആപ്തൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അപ്രമാണം എന്താണ്? വാലിഡ് അല്ലാത്ത ഇൻവാലിഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. എങ്ങനത്തെ? നമ്മളിപ്പോൾ വാലിഡ് പറഞ്ഞു, ഒരു ആപ്തൻ പറയുന്നതാണ് വാലിഡ് നോളജ് എന്ന് പറഞ്ഞു. ഇനി അപ്രമാണം പുനർമത്ത ഉന്മത്ത, മത്ത ഉന്മത്ത, മത്ത ഉന്മത്ത, ഇങ്ങനെ എഴുതിയാണ്, ഇങ്ങനെയാണ് വായിക്കരുത്. പുനർമത്ത ഉന്മത്ത, രണ്ട് ത, മത്ത ആൻഡ് ഉന്മത്ത. മൂർഖരക്ത ദുഷ്ട അദുഷ്ട, ദുഷ്ട അദുഷ്ട, നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം. ഇവിടെ അപ്രമാണം പുനർമത്ത ഉന്മത്ത മൂർഖരക്ത ദുഷ്ട അദുഷ്ട വചനവിധി. എന്താണ് ഒരു അപ്രമാണം? ഇൻവാലിഡ് നോളജ് എന്ന് വെച്ചാൽ ഇനി ആരൊക്കെ പറയുന്നതാണ് ഇൻവാലിഡ്? നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഇൻവാലിഡ് നോളജ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ പറയുന്ന കാര്യങ്ങൾ ഇൻവാലിഡ് ആണെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, അയാൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കുക, അയാൾക്ക് നല്ല ഓർമ്മയില്ലാതിരിക്കുക, അയാൾക്ക് മൈന്യൂട്ടായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് ഒബ്വിയസ്ലി പറയാം അദ്ദേഹത്തിന്റെ നോളജ് അല്ലാതെ അദ്ദേഹം പറയുന്ന വാക്കുകൾ അപ്രമാണമായിട്ട് ഇൻവാലിഡ് നോളജ് ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ ചരകം ഇവിടെ പറയുന്നത് പുനർമത്ത ഉന്മത്ത മീൻസ് മാഡായിട്ട്, കൺഫ്യൂഷൻ ആയിട്ട്, ഡെലിക്കേറ്റ് ആയിട്ട്, മൂർഖരക്ത, അത് മൂർഖ മാഡ്, ദെൻ ഇല്ലിറ്ററേറ്റ് ആയിട്ട് ഒരു പേഴ്സൺ പറയുന്ന സമയത്ത് അതിന് നമുക്ക് അപ്രമാണമായിട്ട് ഇൻവാലിഡ് നോളജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ഇതിന് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് ആ ശ്ലോകത്തിന്റെ കണ്ടിന്യൂഷനോട് ഞാൻ പറഞ്ഞല്ലോ അപ്രമാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ അപ്രമാണം പുനർമത്ത ഉന്മത്ത മൂർഖരക്ത ദുഷ്ട അദുഷ്ട വചനവിധി. So by today's class we have studied what is aptodasha, definition of aptodasha, that is tatra aptodasho nama apta vajanam. So apta vajana is known as aptodasha, or aptodasha is a word from apta or a sentence from apta ennu nammal padichu. And the next question, who is apta? So apta ന്റെ ലക്ഷണങ്ങൾ നമ്മൾ പഠിച്ചു. The apta is ആപ്താഹി അവിതർക്ക സ്മൃതി വിഭാഗവിധോ നിഷ്പ്രീതി ഉപതാപദർശനശ്ച തേഷാമേവം ഗുണയോഗാത് വചനം തത് പ്രമാണം. സോ അങ്ങനെ പറയുന്നത് ഈ ആപ്തൻ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ക്വാളിറ്റീസ് ഇല്ലാണ്, ഇത്രത്തോളം ക്വാളിറ്റീസ് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇങ്ങനെയുള്ള പറയുന്ന ഒരു സാധനം നമുക്ക് പ്രമാണമാണ്, നമുക്ക് വാലിഡ് നോളജ് ആണ്, അല്ലെങ്കിൽ നോളജിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ദെൻ ഫസ്റ്റ് നമ്മൾ പഠിച്ചതിന് മുമ്പ് ആപ്തോദശയുടെ ഇമ്പോർട്ടൻസ് ആണ്. സോ ഒരു എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കുകയാണ്, 5 മാർക്കിന് ചോദിക്കുകയാണ് റൈറ്റ് അബൌട്ട് ആപ്തോദശ, 10 മാർക്ക് ചോദിക്കുകയാണ് റൈറ്റ് അബൌട്ട് ആപ്തോദശ. സോ ആപ്തോദശ യു ഹാവ് ടു റൈറ്റ് ആപ്തോദശ. സോ നിങ്ങൾ ആദ്യം ഇറ്റ് ഈസ് വൺ എമംഗ് പ്രമാണ, ആ പ്രമാണങ്ങളിൽ ഒന്നല്ലേ, ഇറ്റ് ഈസ് വൺ എമംഗ് പ്രമാണ. ഇൻട്രോഡക്ഷൻ എന്തുവാ? ആപ്തോദശ ഈസ് വൺ എമംഗ് ദി പ്രമാണ, ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് ദ it is very much important. Then you have to write the first sloka what I taught you, that is trivide tasmin ജ്ഞാന സമുദയ പൂർവം ആപ്തദശ ജ്ഞാനം തതഃ പ്രത്യക്ഷ അനുമാനാഭ്യം. അതിനുശേഷം അതിന്റെ മീനിങ് എഴുതുക. അതിനുശേഷം എഴുതുക ഡെഫിനിഷൻ ഓഫ് ആപ്തദശ, തത്ര ആപ്തദശ നാമ ആപ്തവചനം. സോ അതിന്റെ മീനിങ് എഴുതിയ ശേഷം ആപ്ത ലക്ഷണ, ഹു ഈസ് ആപ്ത, ആപ്ത ആപ്താഹി അർത്ഥ സ്മൃതി വിഭാഗം നിഷ്പ്രീതി ഉപതാപ ദർശനശ എന്ന് എഴുതുക. ഇനി കുറച്ചും കൂടി ഡെഫിനിഷൻ ഉണ്ട് ആപ്തന് വേണ്ടിയിട്ടുള്ള, സ്മോൾ ഡെഫിനിഷൻ ഉണ്ട്. ചരകൻ തന്നെ പറയുന്ന വേറൊരു വലിയ ഒരു 4 ലൈനിലെ വേറൊരു ഡെഫിനിഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ താങ്ക് യു ഓൾ.